ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ മതിയാവൂ. ഇപ്പോൾ നടക്കുന്ന ശബരിമല വിവാദവും ഇടത് സർക്കാർ ഇരുന്ന് വെള്ളം കുടിക്കുന്നതും കാണുമ്പോൾ ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഭക്തിയുടെ താക്കോൽ ഒരു കൂട്ടം കള്ളന്മാരുടെ കൈകളിലാണെന്നറിഞ്ഞപ്പോൾ പാർട്ടിയൊക്കെ മറന്നുകൊണ്ട് ജനങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലേത്. കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ തന്നെ മുഖം രക്ഷിക്കാൻ സർക്കാർ വല്ലാതെ പാടുപെടുമ്പോഴാണ് അതിനുശേഷം പേരാമ്പ്രയിൽ നടന്ന UDF പ്രതിഷേധത്തിനിടെ ഷാഫി പറമ്പിൽ MP പരിക്കേറ്റത്. അതോടുകൂടി എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊതുവെ യുവാക്കളുടെ ആവേശമായ ഷാഫിയെ തൊട്ടത് വല്ലാത്ത പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂട്ടത്തിൽ ഉന്തിനൊപ്പം ഒരു തള്ളു എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവും കൂടിയായപ്പോൾ സംഗതി ജോറായി. ഉറ്റ സുഹൃത്തിന് പരിക്കേറ്റതോടുകൂടി മതമിളകി വരുന്ന കൊമ്പന്റെ അവസ്ഥയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മർദ്ദനം എന്നുമാണ് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. മാത്രമല്ല റൂറൽ SP ബൈജുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ പ്രതികരിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണത്രേ സർക്കാർ ബൈജുവിന് കൺഫേർഡ് IPS നൽകിയിട്ടുള്ളത്. മാത്രമല്ല നൊട്ടോറിയസ് ക്രിമിനലായ ബൈജു CPM ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ട എന്നും അത് അങ്ങേ തന്നെ ചെയ്തോളുമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറിയാൽ കളി മാറുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. രാഹുലിന് പുറകെ വിഷയത്തിൽ പോലീസിനെതിരെ MK രാഘവൻ MP രംഗത്തെത്തുകയുണ്ടായി. ക്രിമിനൽ മൈൻഡുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഷാഫിയെ തൊട്ട പോലീസുകാരെ ഡൽഹിയിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ എത്തിക്കും. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഷാഫി പറമ്പിലിന്റെ സുരക്ഷ ഒരുക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ ഷാഫിയെ ആക്രമിക്കുകയാണ് പോലീസുകാർ ചെയ്തത്. ഷാഫി ചെയ്ത കുറ്റമോ? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് മറച്ചുവെക്കുക എന്ന ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു. പാമ്പിൻ വിഷം പുല്ലിലൊരച്ചാൽ മാറില്ല എന്നതുപോലെ തന്നെ അയ്യപ്പന്റെ സ്വർണം കട്ടത് അക്രമം കൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ലെന്നും അയ്യപ്പനെ തൊട്ട് കളിച്ചവർ ആരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നും രാഘവൻ MP പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം UDF പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിലാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത്. മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഷാഫിക്ക് പണിയെടുക്കാൻ പോയിട്ട് സർക്കാർ പണി ചോദിച്ചു വാങ്ങിയതുപോലെയുണ്ട്. ഇപ്പോൾ ഷാഫിക്ക് കിട്ടിയ ഓരോ അടിക്കും തിരഞ്ഞെടുപ്പിൽ സർക്കാർ എണ്ണി കണക്ക് പറയേണ്ടി വരും. കാരണം മുൻപത്തെ വിഷയങ്ങൾ പോലെയല്ല, ഇത്തവണ സർക്കാർ കളിക്കുന്നത് അയ്യപ്പനോടാണ്, അതിലുപരി അയ്യപ്പ ഭക്തന്മാരോടാണ്. അയ്യന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകളും സർക്കാരിന് എതിരായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ പുലിവാലികളിൽ നിന്നും രക്ഷപ്പെടാൻ സർക്കാർ കുറച്ചൊന്നുമല്ല വിയർക്കേണ്ടി വരിക.